പ്രൈസ് ലോർഡ്. നമുക്ക് ഇന്നത്തെ വചന ചിന്തയ്ക്കായിട്ട് ഒരു വാക്യം വായിക്കാം. 2 തിമോത്തി 3:5. 2 തിമോത്തി 3:5. അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിന്റെ ചൈതന്യത്തെ നിഷേധിക്കും. അവരിൽ നിന്ന് അകന്നു നിൽക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ തിരുനാമത്തെ വാഴ്ത്തുന്നു. നല്ല ദിവസത്തിനായിട്ട് സ്തുതിക്കുന്ന കർത്താവേ, ഇന്ന് ഞങ്ങളിവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വചനത്തിൽ നിന്ന് പഠിക്കുവാൻ, അങ്ങയുടെ ഹിതമെന്തെന്ന് മനസ്സിലാക്കുവാൻ, ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുന്നത് ഞങ്ങളെ പഠിപ്പിക്കുവാൻ, ഞങ്ങൾ അതിനുവേണ്ടി എളിമപ്പെടുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ. അതിനായിട്ട് ഞങ്ങൾ ഒരുക്കണമേ കർത്താവേ. ദാസനെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആവശ്യമായിട്ടുള്ള കൃപയാലും നിറച്ചാലും കർത്താവേ. ഈ പ്രാർത്ഥന എല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിച്ചു കൊള്ളുന്നു. കേട്ടിരിക്കാൻ സ്തോത്രം. എല്ലാ മാനവും മാത്രം ജ്ഞാനവും അങ്ങനെ തന്നെ. നമ്മൾ വായിച്ച വാക്യം ഒന്നും കൂടി വായിക്കാം. വേറൊരു തർജ്ജമയിൽ നിന്ന് വായിച്ചോളൂ. നമ്മളിപ്പോൾ വായിച്ചതിൽ കണ്ടത് ബാഹ്യമായ രൂപം എന്നുള്ള വായിച്ചല്ലേ, ഭക്തിയുടെ ബാഹ്യമായ രൂപം. ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. ഓക്കെ, അതേത് ഇതാണ്? സത്യവേദോസ്തം, പുതിയ സത്യവേദോസ്തം വായിച്ചോക്കെ. ഭക്തിയുടെ ബാഹ്യരൂപത്തെ മുറുകെ പിടിക്കുന്നെങ്കിലും അതിന്റെ ചൈതന്യത്തെ നിഷേധിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതില് ഭക്തിയുടെ ബാഹ്യ രൂപം എന്നും കാണുന്നുണ്ട്, പിന്നെ ചൈതന്യം എന്നുള്ളൊരു വാക്കും കാണുന്നുണ്ട്. എനിക്ക് തോന്നിയത്, ഞാൻ ഉപയോഗിക്കുന്ന ബൈബിൾ ഇംഗ്ലീഷ് ബൈബിള് NIV വേർഷനാണ്. അതാണ് ഏറ്റവും നല്ല ഒരു ട്രാൻസ്ലേഷൻ തോന്നി. അതിൽ കൊടുത്തിരിക്കുന്ന a form of godliness, form of godliness. ഭക്തി എന്നുള്ള വാക്കല്ല അവിടെ വരുന്നത്, ഗോഡ്ലിനെസ് എന്ന് വെച്ചാൽ ദൈവികത്വം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ദൈവികത്വം. എന്നാൽ ആ ദൈവികത്വം അത് കൊണ്ടു നടക്കുകയും പക്ഷെ അതിന്റെ ശക്തിയെ ത്യജിക്കുക അല്ലെങ്കിൽ നിരാകരിക്കുന്നവർ. ഓക്കെ, മനസ്സിലായോ? ഇറ്റ്സ് എ ഫോം ഓഫ് ഗോഡ്ലിനെസ് but denying its power. ഇതേ വാക്ക് 1 തിമോത്തി 3:16 യൂസ് ചെയ്തിട്ടുണ്ട്. ഇതേ വാക്ക് ഗ്രീക്കില് യൂസിബേയോസ് എന്നാണ് പറയുന്നത്. തിമോത്തിക്ക് എഴുതിയ 2 ലേഖനത്തില് പൗലോസ് ഇത് 10 തവണ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്ന് വായിച്ചോ. 1 തിമോത്തി 3:16. നമ്മുടെ മതത്തിന്റെ രഹസ്യം ശ്രേഷ്ഠമാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടവൻ ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു. മതി, അത്രയും മതി. ഓക്കെ, നിങ്ങൾ പിന്നീട് ഒന്ന് വായിച്ചു നോക്കൂ. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്ന എന്താ വാക്ക്? നമ്മുടെ മതം. അത് ശരിയാവണ്ട? ഇല്ലല്ലോ. ഇതേപോലെ നിങ്ങൾ ഇപ്പോൾ ആ വാക്കുമ്പോ പിടിച്ച് പഠിക്കാനായിട്ട് നമുക്ക് ഒത്തിരി സമയമില്ല. അപ്പൊ നിങ്ങൾ ഈ 2 വാക്യം ഒന്ന് കമ്പയർ ചെയ്തിട്ട് പല തർജ്ജമകളിൽ നിന്നൊന്ന് നിങ്ങൾ തന്നെ പഠിച്ചു നോക്ക്. ഇവിടെ വിശ്വാസം, ഭക്തി, ദൈവചൈതന്യം, ദൈവികത, ദൈവവിശ്വാസം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ വരുന്നൊരു വാക്കാണ് ഈ പറഞ്ഞ ECBS. മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തമായിട്ട് അങ്ങ് തെറ്റിപ്പോകും അല്ലെ? ബാഹ്യരൂപം, ഭക്തിയുടെ ബാഹ്യരൂപം എന്ന് പറയുമ്പോൾ ഭക്തി ഉണ്ട്. പക്ഷെ ശരി, ആരോടുള്ള ഭക്തി? ദൈവത്തോടുള്ള ഭക്തി. അപ്പൊ ദൈവഭക്തി എന്ന് തന്നെ വേണം പറയാൻ. എന്നാൽ അത് വെറും ദൈവഭക്തിയല്ല. ഇവിടെ 1 തിമോത്തി 3:16 കാണിക്കുന്നത് എന്നറിയോ? ദൈവത്തിന്റെ പദ്ധതി അല്ലെങ്കിൽ രക്ഷാകര പദ്ധതിയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ വായിച്ചാൽ മതി, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി നമ്മളിൽ വരെ എത്തിച്ച ആ ദൈവത്തിന്റെ
ഒരു കൃപ, ദൈവികത്വം, നമ്മളോട് ഇടപെടുന്ന ദൈവികത്വം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ചാണ് അവിടെ കാണിക്കുന്നത്, അല്ലെ? അപ്പൊ ആ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഒന്നും കൂടി ആ ആദ്യത്തെ വാക്യം വായിക്കുകയാണെങ്കിൽ ഒരു ദൈവികത്വം, ഒരു തരത്തിലുള്ള ദൈവികത്വം, പക്ഷെ അത് മുഴുവനായിട്ടില്ല. അതിന്റെ ശക്തിയെ നിരാകരിക്കുന്ന ഒരു ദൈവികത്വം എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇത് നമ്മള് മത്തായിയുടെ സുവിശേഷത്തിലൊക്കെ കാണുന്നുണ്ട്. ഈ നെല്ലും പതിരിനെ കുറിച്ചൊക്കെ പറയുന്ന ഭാഗത്തെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടൊക്കെ ഉള്ളതാണ്. അങ്ങനെ ഒരവസ്ഥയാണ്. നമ്മൾ വയലുകൾ കണ്ടിട്ടുള്ളതാണ്, നമ്മളെല്ലാവരും വയലുകളിൽ നെല്ല് വിളഞ്ഞു നിൽക്കുന്നത് കണ്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ ഇടയിൽ പുല്ല് നിൽക്കുമ്പോൾ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഈ പുല്ലും നെല്ലും തമ്മിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയുള്ള പുല്ല് കർഷകർ അത് വലിക്കും. പക്ഷെ വേരിനോട്, നെല്ലിനോട് ചേർന്ന് നിൽക്കുന്ന പുല്ല് ചിലപ്പോൾ അത് അവിടെ ഇടും. അപ്പോ ഈ നമ്മൾ ഈ വായിച്ച 1 തിമോത്തി 3 ആ ഒരു സെക്ഷന്റെ ആദ്യം തൊട്ട് വായിക്കുമ്പോൾ, ആദ്യത്തെ 1-ാമത്തെ വാക്യം തൊട്ട് ഒന്ന് വായിച്ചു നോക്കിയേ. മുഴുവൻ വായിക്കണ്ട. 2 തിമോത്തി 3 5 വായിച്ച കുറുവാക്യം, അതിന്റെ തുടക്ക ഭാഗം. അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക, അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും മതി, അത്രയും മതി. എന്നിട്ട് ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ഒരു ശുശ്രൂഷയിൽ നിങ്ങളിത് കണ്ടതാണ്, ഇത് കേട്ടതാണ്. അപ്പൊ നിങ്ങൾക്കത് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇതെല്ലാം ഈ വായിക്കുന്നത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ബൈബിളിൽ നോക്കുക. ഞാനത് പ്രസംഗിക്കുന്നില്ല. അത് അവിടെ എഴുതിയിരിക്കുന്നത് കുറെ പുല്ലുകളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്, നെല്ലിന്റെ കൂടെ വളരുന്ന പുല്ലുകൾ. പക്ഷെ ഇന്നത്തെ വിഷയം നെല്ലിന്റെ കൂടെ വളരുന്ന പുല്ലുകളെ കുറിച്ചല്ല. നെൽ ചെടി അല്ലെങ്കിൽ ആ നെല്ലിന്റെ അതും ആ കതിരിൽ തന്നെ മണികളുടെ ഇടയില് പതിര് മാത്രമായിട്ടുള്ള ചിലതുണ്ട്. അതിനകത്ത് മൂത്ത് കഴിഞ്ഞാൽ പിടിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും, അതിനകത്ത് മണിയില്ല. ഒരു നാടൻ പ്രയോഗം പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഫില്ലാത്തവൻ, കാമ്പില്ലാത്തവൻ, ഗുണമില്ലാത്തവൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ളവർ ഈ നെല്ലിന്റെ ഈ കതിർമണികളുടെ ഇടയിലാണ് നിൽക്കുന്നത്. അത് സഭയെ കുറിച്ച് തന്നെ പറയുന്നത്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം. ചില എക്സാമ്പിൾസും കാണാം, കുറച്ച് വാക്യങ്ങളും നമ്മൾ വായിക്കാം. ഓക്കെ, റോമർ 10:2 വായിച്ചേ. അവരെല്ലാവരും മേഘത്തിലും കടലിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അതാണോ 10? അതന്നെയാ. അവർക്ക് ദൈവത്തെക്കുറിച്ച് തീഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആ തീഷ്ണത ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ലെന്നേയുള്ളൂ. തീക്ഷ്ണതയുള്ളത് ഈയിടെയായിട്ട് നമ്മൾ ഏത് വിശ്വാസം എടുത്തു നോക്കി, ഏത് മതം എന്നുള്ള വാക്ക് തന്നെ എടുക്കട്ടെ, ഏത് മതം എടുത്തോളും ഈയിടെയായിട്ട് എല്ലാവർക്കും ഭയങ്കര തീക്ഷ്ണതയാ. എല്ലാരും ഭയങ്കര തീക്ഷ്ണതയാ. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഒരു 20 കൊല്ലം മുന്നത്തേക്ക് നമ്മുടെ നാട്ടിൽ നടന്നേർന്ന ജാഥ പ്രദക്ഷിണം അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ ഇപ്പോ വളരെ കൂടുതലാ, അല്ലെ? പണ്ട് പള്ളികളിലൊക്കെ ഒരു പെരുന്നാളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ 2-3 പെരുന്നാളാ, അല്ലെ? എല്ലാം അങ്ങ് ആഘോഷാണ്. എല്ലാവരും അവരവരുടെ മതത്തെ പിടിച്ച് അങ്ങ് ഭയങ്കരമായിട്ട് ഊറ്റം കൊള്ളുന്നു, രോഷം കൊള്ളുന്നു.
അങ്ങനത്തെ ഒരു അവസ്ഥയാ. തീക്ഷ്ണതയുണ്ട്, പക്ഷെ ആ തീക്ഷ്ണത എങ്ങനെയുള്ള തീക്ഷ്ണതയാ? ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ല. അത് നമുക്ക് വളരെ നന്നായിട്ട് അറിയാം. നമ്മുടെ ക്രിസ്ത്യാനികൾ എന്ന് നാമധേയം ആയിട്ടുള്ള ആ നാമം പേരിന് നടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, ഒത്തിരി വിഭാഗങ്ങൾ ഉണ്ട്. അവരൊന്നും വിശ്വാസത്തിലല്ല, നമുക്കറിയാം. പക്ഷേ നമ്മുടെ ഈ വിശ്വാസത്തിൽ എന്ന് പറയുന്ന ആൾക്കാരില് തലമുറയായിട്ട് കിട്ടിയവർക്ക് പ്രത്യേകിച്ചും എത്രത്തോളം അവരുടെ തീക്ഷ്ണത അറിവിന്റെ മേലാണ്. ആദ്യം നമ്മുടെ സഭയിലെല്ലാവരും പുതിയ വിശ്വാസികളായിരുന്നു, അല്ലെ? പക്ഷേ ഇപ്പൊ വിശ്വാസികളുടെ മക്കളായ വിശ്വാസികളൊക്കെ ഉണ്ട്. ഞാൻ കുഞ്ഞുങ്ങളെ കുറ്റം പറയല്ല, രണ്ടാം തലമുറക്കാരെ കുറ്റം പറയല്ല. പക്ഷേ ഒന്ന് ചിന്തിക്കേണ്ടതാണ്, ആ തലമുറകള് ഇപ്പൊ വിശ്വസിക്കുന്നത് അവർ ഈ സഭയിൽ അവരുടെ മാതാപിതാക്കൾ വരുന്നതുകൊണ്ടാണോ? അപ്പൊ അവരും ആ ഒരു ഫ്ലോയിലങ്ങ് പോവാണ്. അത് പറഞ്ഞപ്പോ ഒരു കാര്യം കൂടി ഓർക്കണം, നമ്മുടെ അടുത്ത തലമുറയെ കുറിച്ച് ചിന്തിക്കേണ്ട, നമ്മളെ കുറിച്ച് തന്നെ ചിന്തിക്കുന്നേ. പഴയ തീക്ഷ്ണത നമുക്കുണ്ടോ? നമ്മളും ഇപ്പോ ആദ്യമൊക്കെ നമ്മൾ തുഴഞ്ഞേർന്നു. ഇപ്പോ മഴയൊക്കെ പെയ്തു തുടങ്ങി, ആറിൽ വെള്ളമുണ്ട്, വെള്ളം നീങ്ങുന്നുണ്ട്. അപ്പൊ ആ ബോട്ട് അങ്ങനെ ഫ്ലോയിലങ്ങ് പോണ്, ഒന്ന് കൊടുത്താ മതി. ഇടയ്ക്കൊന്ന് അവന്റെ എന്തിനാണ് കുത്തുന്ന ഒരു കോലുണ്ടല്ലോ വള്ളത്തുമ്മ, അതിങ്ങനെ ചെറുതായിട്ടൊന്ന് തിരിച്ചു കൊടുക്കുക. പുഴ നീങ്ങണേനനുസരിച്ച് നമ്മൾ അങ്ങനെ ആയി പോകുന്നുണ്ടോന്ന് നമ്മളും ഒന്ന് ചിന്തിക്കേണ്ട സമയമുണ്ട്. അതിനെ കുറിച്ച് ഞാൻ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, ഇനി അടുത്ത വായിക്കാം. അത് സത്യവേദ പുസ്തകത്തിൽ നിന്ന് വായിച്ചോ ആയിരിക്കും നല്ലത്. 2 തിമോത്തി 3:7. 2 തിമോത്തി 3:7 നമ്മൾ നേരത്തെ വായിച്ച എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിപ്പാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവർ ആകുന്നു. മതി. അപ്പൊ അതിന്റെ തൊട്ട് മുന്നത്തേല് വാക്യങ്ങൾ നമ്മൾ കാണാൻ നുഴഞ്ഞു കയറുന്ന ചില ആൾക്കാരെ കുറിച്ച് വായിക്കണ്ട, നമുക്ക് അറിയാവുന്ന ഭാഗങ്ങളൊക്കെയാണ്. എന്നിട്ട് പറയുന്ന ചില സ്ത്രീകള് ഇവര് പറയണതൊക്കെ കേട്ടിരിക്കാൻ വളരെ താല്പര്യമാണ്, അവരുടെ വാക്കിൽ പെട്ടു പോകുന്നു പറയുന്നുണ്ട്. ഈ സ്ത്രീകൾ എന്നുള്ള ആ ഒരു വാക്യമുണ്ടല്ലോ, അത് ആണുങ്ങൾ വിചാരിക്കണ്ട ഇത് സ്ത്രീകൾക്ക് മാത്രമാണെന്നുള്ളത്. അത് എല്ലാവർക്കും കൂടി ഉള്ളതാണ്. അത് വേണമെങ്കിൽ അന്നത്തെ ചിന്താഗതി അനുസരിച്ച് സ്ത്രീകള് ബലഹീന പാത്രങ്ങളാണെന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് ചിലപ്പോൾ എഴുതിയതായിരിക്കാം. പക്ഷെ നമ്മൾ വലിയ അഹങ്കരിക്കൊന്നും വേണ്ട. ഒരു കാര്യമുണ്ട്, ഈ സ്ത്രീകള് ഒരു തെറ്റായിട്ടുള്ള ഒരു പഠിപ്പിക്കല്, അത് അതിൽ വീണ് പോയാൽ തന്നെയും അവരത് ഒത്തിരി അങ്ങോട്ട് പറഞ്ഞു നടക്കാനും പ്രസംഗിക്കാനൊന്നും അവർക്ക് അവസരങ്ങളില്ല. പക്ഷെ എന്നാലും ഈ പുരുഷന്മാർക്ക് നേരെ മറിച്ചാ, അവരെന്തെങ്കിലും തെറ്റ് പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അത് ഈഗോ ആയിട്ട് പിടിച്ചെടുന്ന് അവർക്ക് പ്രസംഗിക്കാൻ അവസരമുണ്ട്, അതങ്ങോട്ട് സ്പ്രെഡ് ചെയ്യും. അപ്പൊ അപകടം കൂടുതലായിരിക്കാ, സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ? പുരുഷന്മാർക്കല്ലേ? അങ്ങനെയെങ്കിൽ അത് എല്ലാവർക്കും കൂടിയുള്ള വാക്യാണെന്ന് ചിന്തിച്ചുകൊണ്ടൊന്ന് വായിച്ചു നോക്കാം. എപ്പോഴും പഠിക്കുക. ഇനി ഇതിൽ നിന്നൊന്ന് വായിച്ചു നോക്കിയേ, POC നിന്ന് വായിച്ചു നോക്കിയേ. ഈ സ്ത്രീകൾ ആര് പഠിപ്പിക്കുന്നതും കേൾക്കാൻ തയ്യാറാണ്. മതി. ഈ സ്ത്രീകൾ ആര് പഠിപ്പിക്കുന്നതും കേൾക്കാൻ തയ്യാറാ. ആര് പഠിപ്പിക്കുന്നതും കേൾക്കാൻ തയ്യാറാണ്. കേൾക്കാൻ തയ്യാറാണെന്ന് മാത്രമല്ല, അത് സ്വീകരിക്കാനും തയ്യാറാണ്, വിശ്വസിക്കാനും തയ്യാറാണ്, അതുകൊണ്ട് തെറ്റിപ്പോവാനും തയ്യാറാണ്, അല്ലെ? അങ്ങനെയുള്ള ആൾക്കാർ എപ്പോഴും പഠിച്ചോണ്ടേയിരിക്കും. പക്ഷേ സത്യം അതെന്താന്നുള്ളത് മനസ്സിലാക്കാനോ അത് മുറുകെ പിടിക്കാനോ അവർക്ക് പറ്റുന്നില്ല.
ഓൾവേസ് ലേണിംഗ് ബട്ട് നെവർ അക്നോളജിങ് ദ ട്രൂത്ത്. ഓൾവേസ് ലേണിംഗ്, ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക, വചനത്തിൽ ഇങ്ങനെ പ്രാവീണ്യം പ്രാവീണ്യം പ്രാവീണ്യം. പക്ഷേ പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നില്ല, ജീവിതത്തിൽ പ്രാവർത്തികമായിട്ടും കാണുന്നില്ല. അപ്പൊ വചനങ്ങളൊക്കെ കുറെ അറിയാം, വചനങ്ങളൊക്കെ കുറെ അറിയാം, പക്ഷെ അത് അതിന്റെ ശരിയായിട്ട് അർത്ഥം അറിയില്ല, ദൈവത്തിന്റെ ഹിതം എന്ന് മനസ്സിലാവുന്നില്ല, ജീവിതത്തിൽ പ്രാവർത്തികം ആകുന്നുമില്ല. അപ്പൊ എന്താ ഫലം? പല സഭകളിലും നമുക്കറിയാവുന്ന പോലെ, മറ്റുള്ള സഭകളിലൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം, നമ്മളൊരു വാക്യം പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അവരത് പറഞ്ഞിരിക്കും. തുടക്കത്തെ വാക്യം പറഞ്ഞാൽ മതി അല്ലെ, അപ്പോഴേക്കും ആൾക്കാരത് ബാക്കിയുള്ളതെല്ലാം പറയും. ഇവിടെയും ചില ആൾക്കാർക്കൊക്കെ പറ്റുന്നുണ്ട്, പക്ഷെ എല്ലായ്പ്പോഴും പറ്റില്ല. നമ്മൾ പ്രത്യേകിച്ച് പല തർജ്ജമകൾ യൂസ് ചെയ്യുന്നുണ്ടേ, മറ്റുള്ള ചിലയിടത്ത് ഒരേ പുസ്തകമല്ല യൂസ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടായിരിക്കാം. പക്ഷെ അതിൽ കാര്യമില്ല, വചനവാക്യ ഭാഗങ്ങൾ അറിഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല. ദൈവത്തിന്റെ സത്യം എന്താണെന്ന്, ദൈവത്തിന്റെ ഹിതം എന്തെന്നനുസരിച്ച് അത് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തി ദൈവത്തിന്റെ ഹിതം പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അടുത്തേക്ക് കിടക്കാം. ഇനി 2 തിമോത്തി 4:3-4. 2 തിമോത്തി 4. ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചുകൂട്ടും. മതി മതി മതി. കാതിന് ഇമ്പമുള്ള വചനങ്ങൾ കേൾക്കാനും അതിൽ നിന്നുള്ള ശുശ്രൂഷ കൈക്കൊള്ളാനാണ് അവർക്ക് ഇഷ്ടം. ഇത് ഞാനത് ഒരു സബ് ഹെഡിങ് പോലെ എടുത്തു എന്ന് മാത്രം. പക്ഷെ നമ്മുടെ വിശ്വാസത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിന് ഞാൻ പറയുന്ന ഒരു വാക്ക് ബുഫേ ക്രിസ്ത്യാനിറ്റി എന്നാണ്. ബുഫേ ക്രിസ്ത്യാനിറ്റി അല്ലെ. നമ്മളൊരു സാധാരണ ഒരു സദ്യക്കോ ഒരു ഡിന്നറിനോ പോയി കഴിഞ്ഞാൽ അവരിങ്ങനെ ഓരോന്നോരോന്നോരോന്നൊക്കെ വിളമ്പുന്നു, അതിന്റെ മുറയ്ക്ക് ഇങ്ങനെ വരുന്നു. പക്ഷെ ബുഫേ ക്രിസ്ത്യാനിറ്റിയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല്, ഇത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അത് ഓക്കെ, അത് കയ്പക്കായ വേണ്ട, അടുത്തത് ഇത് പച്ചക്കറി, ഇത് മുഴുവൻ പച്ചക്കറിയാണല്ലോ അവിടെ, ഇത് എന്തത്, ചിക്കനും മീനൊക്കെ അവിടെ ഉണ്ടല്ലേ, എന്നാ അങ്ങോട്ട് പോയി അല്ലെ. ജനത്തിന് ഇഷ്ടമുള്ളത്, നാവിന് രുചിയുള്ളിടത്തേക്ക് പോകും. അതല്ലേ നമ്മൾ കാണുന്നത്. ഏതൊരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാലും 3 കൗണ്ടർ ബുഫേ നോക്കി കഴിഞ്ഞാൽ 3 കൗണ്ടർ ഉണ്ടാവും നോൺ വെജിന്, പച്ചക്കറിക്ക് 1 കൗണ്ടർ ഉണ്ടാവുള്ളൂ അല്ലെ. എന്നതുപോലെയാണ് ഇപ്പോൾ ആൾക്കാര് ആവശ്യമുള്ളത് മാത്രം അങ്ങനെ എടുക്കുക, താല്പര്യമുള്ളത് മാത്രം അങ്ങ് എടുക്കുക, അത് കഴിക്കുക. എല്ലാതും ഒരേപോലെ പോഷകാഹാരത്തിന്, എല്ലാത്തിനും എന്താ പറയാ, സന്തുലിതമായിട്ടുള്ള ആഹാരം എന്നൊക്കെ പറയുന്നത് അതൊന്നുമില്ല. പ്ലേറ്റ് നിറച്ച് നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം എടുത്ത് കഴിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പണ്ട് നമുക്ക് ദൂരദർശൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ ഞെക്കി കഴിഞ്ഞാൽ 150 ചാനല് 200 ചാനലൊക്കെയാണ് അല്ലെ. ഇനിയിപ്പൊ അതും വേണ്ട, അതൊന്നും കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ടിവികളൊക്കെ സ്മാർട്ട് ടിവിയായി. അപ്പൊ ആ ടിവിയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് യൂട്യൂബും അത് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം, നമുക്കങ്ങ് സെലക്ട് ചെയ്യാം. ഈ സെലക്ട് ചെയ്യുന്ന ഒരു പരിപാടി, നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം ഉള്ളൊരു പരിപാടി ആയി മാറിയിട്ടുണ്ട് നമ്മുടെ വിശ്വാസ ഗോളം. അത് തന്നെ ചില ആൾക്കാര് അത് വേറെ രീതിയിൽ പറയാം, സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയാം. അതെന്താണ്? ഞായറാഴ്ച ക്രിസ്ത്യാനി, പള്ളിയുടെ അടുത്ത് വരുമ്പോഴുള്ള ക്രിസ്ത്യാനി, പാസ്റ്ററോ പള്ളിയിലച്ഛനോ കാണുമ്പോൾ ഉള്ള പെട്ടെന്നുള്ള ഭക്തി. നമ്മുടെ സഭകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്, പുറമെന്നൊരു വിസിറ്റിംഗ് പാസ്റ്റർ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പാട്ടിനും ആരാധനയ്ക്കൊക്കെ അങ്ങ് ശക്തി കൂടും. സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ്, അങ്ങനെയുള്ള ക്രിസ്ത്യാനിറ്റി നമ്മുടെ ഇടയിലുള്ളതാ. നമ്മുടെ താല്പര്യമനുസരിച്ച്
നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം അങ്ങ് എടുക്കുന്നൊരു രീതി. അപ്പോൾ ശകാരങ്ങൾ കേൾക്കാൻ നമുക്ക് താല്പര്യമില്ല. ചുരുക്കത്തിൽ നന്നാവാൻ താല്പര്യമില്ല എന്ന്. ഇങ്ങനെയൊക്കെ അങ്ങ് പോകട്ടെ. ഈ പോകുന്നതിന്റെ അനുസരിച്ച് റോഡ് വളയണതിനനുസരിച്ച് ഓടുന്ന കാറ് മതി എന്നുള്ളൊരു വിശ്വാസം. അടുത്തേക്ക് കിടക്കാം. തീത്തോസിന്റെ ലേഖനം 1:16. തങ്ങൾ ദൈവത്തെ അറിയുന്നു എന്ന് അവർ ഭാവിക്കുന്നു, എന്നാൽ പ്രവർത്തികൾ വഴി അവിടുത്തെ നിഷേധിക്കുകയും ചെയ്യുന്നു. ഇത് എളുപ്പമാണ്. ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നു, പക്ഷെ ചെയ്തു കൂട്ടുന്ന പരിപാടികൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവില്ല വിശ്വാസി എന്നുള്ളത്. ചെയ്തു കൂട്ടുന്നത്, അതായത് നെറ്റിമ ഒട്ടിച്ചു വെക്കണം ക്രിസ്ത്യാനി എന്നുള്ളത്. നെറ്റിമ ഒട്ടിച്ചു വെക്കണം. അതേപോലെയുള്ള ഞാൻ ഈ കത്തോലിക്കരും മാറ്റിയെ കുറിച്ചല്ല പറയണം. കാരണം സാധാരണ അവര് വല്ല കൊന്തയോ മാലയോ കുരിശൊക്കെ ഇടും. അപ്പോൾ അതിൽ നിന്നെങ്കിലും മനസ്സിലാവും. അല്ലെങ്കിൽ അവരുടെ കാറിൽ ആ ഇതിൻ്റെ എന്തിനാണ് ആ മിററിൻ്റെ ചുറ്റും ഒരു കൊന്തയോ വെന്തിങ്ങയോ പിന്നെ ഡാഷ്ബോർഡുമ്മ ഏതെങ്കിലും ഒരു രൂപമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. നമ്മളെ കണ്ടാൽ മനസ്സിലാവില്ല. അപ്പൊ ചില ആൾക്കാർ നമ്മൾ ഏത് കൂട്ടരാന്ന് അറിയാൻ വേണ്ടി നമ്മുടെ പേര് ചോദിക്കും. അങ്ങനെ പേര് ചോദിക്കുമ്പോൾ ചിലവരുടെ പേര് മോഹൻ എന്നായിരിക്കും. അപ്പോഴും മനസ്സിലാവില്ല. അപ്പോൾ മുഴുവൻ പേരെന്താ, അപ്പൻ്റെ പേരെന്താ? അപ്പൻ്റെ പേര് ചോദിക്കുമ്പോൾ അതിനേക്കാളും കൺഫ്യൂഷൻ ആവും. കാരണം അതിൽ നിന്നും മനസ്സിലാവില്ല. പക്ഷെ അങ്ങനെയുള്ള നമ്മൾ നമ്മുടെ പേരിലോ അപ്പൻ്റെ പേരിലോ വീട്ടിൻ്റെ പേരിലോ നമ്മളെ ക്രിസ്ത്യാനി എന്ന് മനസ്സിലാക്കാത്ത നമ്മൾക്കുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ക്രിസ്തുവിനെ മുന്നിൽ കാണിക്കാൻ. അല്ലേ? ഇങ്ങനെയുള്ള പുതിയ വിശ്വാസികളുടെ ഒരു പ്രത്യേക ഒരു പ്രിവിലേജാണത്. ഓപ്പർച്യൂണിറ്റിയാണ്. ക്രിസ്തുവിന്റെ സ്വഭാവം കാണിച്ച് ക്രിസ്തുവിനെ മുന്നിൽ വെക്കുക എന്നുള്ളത്. ഇപ്പൊ എൻ്റെ പേരൊക്കെ ജിംസൺ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ തോന്നും അവൻ ക്രിസ്ത്യാനി ആയിരിക്കാനാ വഴിയുള്ളൂ. അത് അങ്ങനെ ഒരു നങ്കുരം ഇല്ലാത്ത ആൾക്കാര് പുതിയ വിശ്വാസികൾ. എന്നിട്ടും നമ്മളെ കാണുമ്പോൾ വിശ്വാസികൾ നമ്മളെ ചെയ്തികൾ, നമ്മൾ വർത്താനം, നമ്മളുടെ ഓരോ പരിപാടികള് ചെയ്യുമ്പോൾ നമ്മൾ ക്രിസ്ത്യാനികളാണെന്ന് മനസ്സിലാവുന്നുണ്ടോ ജനത്തിന്? ഉണ്ടെങ്കിൽ നല്ലത്. ദൈവത്തിന് സ്തോത്രം. ഇനി അടുത്തത് 2 കൊരിന്തി 13:5. പെട്ടെന്ന് 2 വാക്യം വായിക്കാം. 2 കൊരിന്തി 13:5. വേറൊരാള് മത്തായിയുടെ സുവിശേഷം 7:21 എടുത്തു വെച്ചോ. ആദ്യം 2 കൊരിന്തി 13:5. നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് തീർച്ചയായി നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? മതി. അപ്പൊ വിശ്വാസത്തിൽ ഉണ്ടോ എന്ന് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുവിൻ. നിങ്ങൾ വിശ്വാസത്തിൽ തന്നെയാണോ നിങ്ങൾ തന്നെ പരീക്ഷിച്ച് നോക്കുക. എന്നുവെച്ചാൽ നിങ്ങൾ സഭയിൽ എല്ലാ ആഴ്ചയിലും വരുന്നുണ്ട്, ഇടയ്ക്ക് 1-2 ആഴ്ചകൾ മിസ് ചെയ്യണ്ടെങ്കിൽ അല്ല ഒരു ഇതൊക്കെ വരുന്നുണ്ടല്ലോ. പിന്നെ എല്ലാ ദിവസം കാലത്ത് ഗുഡ് മോർണിംഗിന്റെ കൂടെ ഒരു വചനം ഞാൻ അയക്കുന്നുണ്ട് വാട്സാപ്പില്. പിന്നെ കുറച്ച് കൂടിയ ആൾക്കാരാണെങ്കിൽ ഞാൻ ഡെയിലി പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ഡെയിലി വചനത്തിന്റെ ഒരു ഭാഗം വായിക്കുന്നുണ്ട്. ഇതൊക്കെയുള്ള ആൾക്കാരാ. പക്ഷേ അതിൽ ചോദിക്കുന്നൊരു ചോദ്യം, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഇനി ഇത്രേ പറയാനുള്ളൂ. ഞാൻ മത്തായി 7:21 എടുത്തു വെക്കാൻ പറഞ്ഞല്ലോ, അതൊന്ന് വായിച്ചോ. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. വായിച്ചോ. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും
നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അപ്പൊ ക്രിസ്തുവിന്റെ നാമം പിടിച്ച് നടക്കുന്ന, ക്രിസ്തു എൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന നമ്മളെ നോക്കി കർത്താവിന് പറയേണ്ടി വരരുത്, നിന്നെ ഞാൻ അറിയില്ലല്ലോ, നീ ഏതാ ഗിടി എന്ന് കർത്താവ് അവസാനം പറയേണ്ട ആവശ്യം വരരുത്. വീണ്ടും ഇത് നമ്മളൊക്കെ അറിയാവുന്ന വാക്യങ്ങളായിട്ട് ഒത്തിരി അങ്ങോട്ട് നീട്ടിപ്പരത്തി പറയുന്നില്ല. ഇനി അടുത്തത് ലൂക്കോസിന്റെ സുവിശേഷം 24:17. ഇത് എമ്മാവൂസിലേക്ക് പോകുന്ന വഴിയിൽ രണ്ട് ശിഷ്യന്മാര് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ ഭാഗമാണ് കേട്ടോ. അവൻ അവരോട് ചോദിച്ചു, അവൻ എന്തിനെ കുറിച്ചാണ്? അവൻ എന്ന് പറയുന്നത് യേശു ക്രിസ്തു അവരോട് ചോദിക്കുകയാണ്, എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവർ മ്ലാനവദനരായി നിന്നു. അവരിൽ ക്ലയോപ്പാസ് എന്ന് പേരായവൻ അവനോട് ചോദിച്ചു, ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവം ഒന്നും അറിയാത്ത അപരിചിതനാണോ നീ? അവൻ ചോദിച്ചു, ഏതു കാര്യങ്ങൾ? അവർ പറഞ്ഞു, നസ്രായനായ യേശുവിനെ കുറിച്ചു തന്നെ. മതി ഇനി വായിക്കണ്ട. അപ്പോ യേശു ക്രിസ്തു അവരുടെ കൂട്ടത്തിൽ ചേർന്നു. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനെ കുറിച്ച് സംസാരിക്കുന്നത്? അപ്പോ ക്ലെയോപ്പാസ് തിരിച്ചു ചോദിക്കുന്നത്, ഈ നാട്ടിലൊന്നല്ലേ ജീവിക്കണേ, നാട്ടിൽ നടക്കണ കാര്യങ്ങളൊന്നും അറിയില്ലേ, നീ വരുത്തനാണോ? അതാണ് ചോദിച്ചത്. ഒന്നും അറിഞ്ഞിട്ടില്ലേ ഇവിടെ നടന്നത് എന്നുള്ളത് പോലെ. ഇപ്പൊ ഇന്നാളൊരു സംഭവം ഉണ്ടായി. ഞങ്ങൾ വീടിന്റെ അടുത്ത് ഒരു മരം വീണു. പോകുന്ന വഴിയില് നമ്മുടെ ജോയേട്ടനൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. അതൊരു ബസ്സിന്റെ മുകളിലേക്ക് വീണ. അപ്പൊ ആ സമയത്ത് അവിടെ ഈ ആ ഭാഗങ്ങളിലും മരം മുറിക്കലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഈ ബസ്സിന്റെ മുകളിൽ വീണിട്ട് രണ്ടുപേര് കണ്ട് പരിക്കൊക്കെ ഉണ്ടായി. അതിനുശേഷം ആ മരത്തിന്റെ കൊമ്പ് മുറിച്ചു മാറ്റുകയൊക്കെ ചെയ്തു. ഇതൊക്കെ നടന്നു കഴിഞ്ഞ് ട്രാഫിക്കൊക്കെ ബ്ലോക്ക് ആയിരുന്നു കേട്ടോ. ട്രാഫിക് വീണ്ടും ചലിച്ചു തുടങ്ങുന്നതിന് തൊട്ട് മുന്നാണ് ഞാൻ അറിയുന്നത്. എങ്ങനെ? ഫേസ്ബുക്ക് വഴി എൻ്റെ വീടിന്റെ ഗേറ്റിന്റെ ഫ്രണ്ടില് ഇറങ്ങിയ ഒന്ന് നോക്കാവുന്ന ദൂരത്താണ് ഈ സംഭവം നടക്കുന്നത്. പക്ഷെ ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാനത് ഫേസ്ബുക്കിലാണ് കാണുന്നത്. എന്നിട്ട് കാര്യം പിന്നെ മനസ്സിലായതാ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്ന പോലെ എന്നതുപോലെയാണ് ഇതേ. ആരോടാണ് ഈ ചോദിക്കുന്നത്? നീ നാട്ടുകാരനല്ലേ എന്ന് ആരോടേ ചോദിക്കണേ? യേശുവിന്റെ അടുത്ത് ഈ ചോദിക്കുന്നേ. നമ്മൾ സാധാരണ പറയാവുന്ന ഒരു കാര്യമുണ്ട്, ഒടിയന്റെ അടുത്താണോ മായം, അല്ലെങ്കിൽ ഇങ്ങനെ പറയാറുണ്ട്, മാർപ്പാപ്പേനെ ഏകദേശം പഠിപ്പിനെ. ഇത് ജോഷേട്ടൻ പറയാനുള്ള ഒരു കാര്യമാണ്. ഞാൻ കേട്ടിട്ടുണ്ട് ജോഷേട്ടൻ്റെ ഇല്ലെന്നാണ്. മാർപ്പാപ്പയെ ഏകദേശം പഠിപ്പിനെ എന്നതുപോലുള്ള വർത്താനാണ് ഇപ്പൊ അവര് പറഞ്ഞത്. അതെന്താണെന്നറിയോ? യേശുവിനെ കുറിച്ച് ഇവർക്കറിയാം, പക്ഷെ യേശുവിനെ അറിയില്ല. ഇത് ഏതെങ്കിലും രണ്ടാൾക്കാരല്ല, രണ്ട് ശിഷ്യന്മാരാ. ബൈബിളിൽ നോക്കിയാൽ എനിക്ക് തോന്നുന്നു അവരിൽ രണ്ടുപേരെന്ന് എഴുതിയിട്ടുള്ളതെന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെയല്ലേ? അങ്ങനെ കണ്ടാ എഴുതിയിട്ടുള്ളൂ. പക്ഷെ അവരിൽ ശിഷ്യന്മാരിൽ രണ്ടുപേര്. രണ്ട് സാധാ ജനല്ല പറയണത്. യേശുവിനെ അറിയാം എന്ന് പറയുന്ന അവരും അഹങ്കരിച്ച് പറയണത് അതല്ലേ. ഇതൊക്കെ നടന്നു യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്നെ. പക്ഷേ അനുഭവമില്ല, ഉള്ളിൽ ഇല്ല. അതാണ് അവസ്ഥ. ഓക്കെ, ഇനി സമയം നീണ്ടു പോകുന്നു. എടുത്ത ഭാഗത്ത് തന്നെ അതിന്റെ 32-ാമത്തെ വാക്യം കൂടി ഒന്ന് വായിക്കാം. ഇപ്പൊ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് യേശുക്രിസ്തു അവരുടെ കൂട്ടത്തിൽ കൂടുന്നു, അപ്പം മുറിക്കുന്നു, അവർക്ക് മനസ്സിലാവുന്നു യേശുക്രിസ്തു ആണെന്ന്. അത് കഴിഞ്ഞിട്ട് അവര് തമ്മിൽ പറയുന്ന ഒരു കാര്യമാണ്. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ വചനം പറഞ്ഞപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? വചനം
കേൾക്കുമ്പോൾ, കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ, കർത്താവിൻ്റെ വാക്കുകൾ, നമ്മളോടുള്ള വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു തീയുണ്ടോ? അതോ അതങ്ങ് കേട്ടങ്ങ് തയമ്പിച്ചത് ഒന്നും കൂടി ഒരു വാക്യം കൂടിയും ലൂയിസേട്ടൻ പ്രസംഗിക്കുന്ന സമയത്തുണ്ടല്ലോ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുക ഉള്ള റെഫറൻസ് മുഴുവൻ എഴുതി വെക്കുക എന്നുള്ളതാണ്. കാരണം ആള് റെഫറൻസ് ഒന്ന് പറയുമ്പോഴേക്കും എഴുതി വരുമ്പോഴേക്കും പിന്നെ അടുത്തത് ആളെ അടുത്തേക്ക് കടന്നു ഇങ്ങനെ ചെറുപ്പറാന്ന് വരാം. അത് എല്ലാം കൂടി എഴുതി വെച്ചിട്ട് പിന്നെ വീണ്ടും ഇരുന്ന് വായിക്കുമ്പോഴാണ് അതിലൊരു ഭയങ്കര ഒരു ത്രെഡ് കിടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അത് വേറെ കാര്യം. ഈ പപ്പായയുടെ ഇല പോലെയാണ്, അതിങ്ങനെ പല ദിശയിലേക്ക് ഇങ്ങനെ നീണ്ടു നിന്ന്. അപ്പൊ ഈ ദിശയിലേക്ക് പോയിട്ട് തിരിച്ചു വരണം. ആ തിരിച്ചു വരെ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ആ പ്രസംഗം നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇത് എഴുതാൻ മെനക്കിടണം. ഈ വാക്യങ്ങൾ കേൾക്കുമ്പോ ഇത് കർത്താവിന്റെ വചനാണ് കേൾക്കുന്നത്, നമുക്കുള്ള പ്രസംഗമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ ഉള്ളില് ഒരു തീ ഉണ്ടാകും. അല്ലെങ്കിൽ എനിക്കടക്കം സംഭവിച്ചുള്ള പോലെ നമ്മൾ ഉറങ്ങും. എനിക്ക് സംഭവിച്ചു ഉള്ള കാര്യം പറയാം, അത് സംഭവിക്കും. ഇനി അപ്പൊ ഉള്ളിൽ നമ്മൾ കേൾക്കുമ്പോ അത് ഒരു തീയുടെ ഒരു പകർച്ച നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാകണം. എന്നതുപോലെ തന്നെ നമ്മൾ രണ്ടുപേര് തമ്മിൽ സംസാരിക്കുമ്പോൾ മറ്റുള്ള ആൾക്കാരുടെ ഹൃദയത്തിലും ഒരു തീ ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അത് ഈ മൈക്കിന്റെ പിന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ മാത്രമല്ലാന്ന്, നമ്മൾ വചനം സംസാരിക്കുമ്പോൾ മാത്രമല്ലാന്ന്, നമ്മൾ വിശ്വാസ ജീവിതം നയിക്കുമ്പോൾ, നമ്മൾ ക്രിസ്തുവിന്റെ ഭാവം ധരിച്ച് മറ്റുള്ളവരായിട്ട് വ്യവഹരിക്കുമ്പോൾ അവരുടെ ഉള്ളിലും ഒരു തീ വേണം. കനലുകൾ തമ്മിൽ ഇരുന്ന് അത് ജ്വലിക്കണം. ഒരു കനല് അല്പം ഒന്ന് കെട്ടുമ്പോഴേക്കും മറ്റേ കനലിൽ നിന്ന് വീണ്ടും തീ വരണം. ഇതേപോലെ ഒരു പകർച്ച നമ്മളുടെ ഇടയിൽ ഉണ്ടാകണം. ഇനി പകർച്ച എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കുറച്ചു വർഷങ്ങൾ മുന്നേ, ഇപ്പൊ പഴമയായിട്ടോ, ഒരു പകർച്ചവ്യാധി ഉണ്ടായി അല്ലേ? COVID-19 ആണ് കേട്ടോ. ഇപ്പൊ 23 ആയി. പറയുമ്പോ കുറച്ചു കാലം മുന്നേ നടന്ന കാര്യം, പക്ഷെ 4 കൊല്ലായി. അപ്പൊ അന്ന് ഇങ്ങനൊരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതിന്റെ ലോഗോ ബ്രേക്ക് ദ ചെയിൻ ഓർമ്മയുണ്ടല്ലോ? ഇപ്പോഴും പലയിടത്തും പോസ്റ്ററൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്, ബ്രേക്ക് ദ ചെയിൻ. ഈ ബ്രേക്ക് ദ ചെയിൻ എന്താണെന്നാ ഉദ്ദേശിക്കുന്നത്? ഈ കോവിഡ് തന്നെ പറന്ന് ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് പോവില്ല, ഇല്ലല്ലോ. ഇതാരാ പകർത്തണത്? ഇത് നമ്മൾ തന്നെയാ പകർത്തുന്നത്. നമ്മള് ആവശ്യത്തിനും അനാവശ്യത്തിനും പുറത്തിറങ്ങി നടക്കുമ്പോൾ, പ്രൊട്ടക്ഷൻ ഇല്ലാണ്ട് നടക്കുമ്പോൾ, മാസ്ക് ഇല്ലാണ്ട് നടക്കുമ്പോൾ നമുക്കുള്ളതും അവർക്ക് കിട്ടും, അവർക്കുള്ളത് നമുക്ക് കിട്ടും. ഞാന് ഇപ്പൊ ഒരു സർജറിക്ക് വേണ്ടി ഹോസ്പിറ്റലായിരുന്നല്ലോ. അപ്പോ ഈ ഓറഞ്ചും ആപ്പിളും ഒക്കെ ആയിട്ട് ആരും തന്നെ എന്നെ കാണാൻ വന്നില്ല. പക്ഷെ എനിക്കതിൽ വലിയ സന്തോഷമുണ്ട്. എന്താണെന്നറിയോ? ഇപ്പോഴെങ്കിലും ആൾക്കാർക്കൊരു ബോധം ഉണ്ടായിരുന്നു. എന്തിനേ ആൾക്കാരെ പോയിട്ട് ഈ ഹോസ്പിറ്റലിൽ ചെന്ന് ഇങ്ങനെ തിക്കി കൂട്ടി കാണാൻ നിൽക്കണേ. ഞാൻ ജൂലിയുടെ അടുത്ത് പറഞ്ഞു. ജൂലി ഇടയ്ക്ക് ഇങ്ങനെ രാത്രി മോനും അതുപോലെ ഡാഡിയാണ് കിടന്നായിരുന്നത്. അപ്പൊ പകൽ അവളിങ്ങനെ വരുമായിരുന്നു. അപ്പൊ ഇതെന്താ രോഗിക്ക് ആപ്പിൾ ഓറഞ്ച് ഒന്നും ഇല്ലേ എന്ന് ഞാൻ തമാശയിൽ ചോദിച്ചു. പക്ഷെ ബാക്ക് ആരും വന്നില്ല. പിന്നെ ഒരു കുടുംബം ലാസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. അതൊരു ചില സഹായത്തിനും കാര്യങ്ങളൊക്കെ നന്നായി. പക്ഷെ ഞാൻ കുറ്റം പറയല്ല കേട്ടോ, നിങ്ങളത് ഞാൻ ആൾക്കാരെങ്ങനെ കുത്തി പറഞ്ഞു എന്ന് വിചാരിക്കരുത്. ഈ നമ്മുടെ പ്രസംഗ വിഷയമല്ല, പക്ഷെ ഈ ഹോസ്പിറ്റലില് സ്കൂളുകൾ എന്ന് പറയുന്നത് ഈ വൈറസ്
ബാക്ടീരിയയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചാ ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോണത്. പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടും. അപ്പൊ നമ്മളത് മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യാൻ നല്ലത്. ചിലവരെ കണ്ടിട്ടുണ്ട് ഡോക്ടറെ കാണാൻ മുമ്പ് പരിവാരങ്ങളായിട്ടാ പോവുക. അപ്പൊ തിരിച്ചു വരുമ്പോ ആ വന്ന കുട്ടികൾക്ക് 2 ദിവസത്തിന് പഞ്ച് കിടക്കാനുള്ള പരിപാടിയായിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി വരിക. എൻ്റെ ആവശ്യമില്ല. പക്ഷെ വിഷയത്തിലേക്ക് തിരിച്ചടക്കാം. അപ്പോ ഈ കോവിഡ് പകർത്തിയിരുന്നത് മനുഷ്യരാണെങ്കിൽ ദൈവത്തിന്റെ വചനവും പകർത്തി കൊടുക്കേണ്ടതും മനുഷ്യരാ അല്ലെ? അല്ലാണ്ട് അത് തന്നെ ഒന്നും അതായത് ഇത് തന്നെ അങ്ങ് തുറന്ന് ഇതിൽ നിന്നിങ്ങനെ രശ്മികള് ഒന്നും വരില്ല. ഇന്ന് രശ്മികളൊന്നും വരില്ല. അപ്പൊ നമ്മൾ തുറന്നു വയ്ക്കാന്നേ, നമുക്ക് തുറന്നു വയ്ക്കാം. ഇപ്പൊ ചില സ്കൂളുകളിൽ, ഹോസ്പിറ്റലിൽ, പ്രത്യേകിച്ച് കത്തോലിക്കരുടെ അതിനകത്ത് അവര് ഗ്ലാസ്സിൽ ഈ ബൈബിള് തുറന്നിട്ടിരിക്കുന്നത് കാണാം. പേജ് മറയാതിരിക്കാൻ വേണ്ടി ആ ഗ്ലാസ് ഇങ്ങനെ അമങ്ങിയിരിക്കുക. അപ്പോൾ 2 പേജ് വായിക്കാം, ആർക്ക് വേണമെങ്കിലും 2 പേജ് വായിക്കാം. ഇനി അടുത്ത് വായിക്കണമെങ്കിൽ നാളെ ഇവര് താക്കോലിട്ട് തുറന്ന് പേജ് മറിച്ച് കഴിഞ്ഞാൽ പിന്നെ വായിക്കാം അല്ലെ? നമ്മളുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്ന ഒരവസ്ഥ, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നുള്ള അവസ്ഥ എന്ന് വെച്ചാൽ, ഈ ബൈബിള് 1 രൂപക്കൂടിന്റെ ആ ലൈറ്റ് കത്തിക്കണതിന്റെ തൊട്ടിപ്പുറത്താ ഇങ്ങനെ മലർത്തി എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഷോക്കേസിൽ ഇങ്ങനെ കുത്തനെ പുസ്തകങ്ങളുടെ ഇടയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള അവസ്ഥയിലാണ്. ഇനി അതെടുത്ത് നമ്മൾ തുറന്നു നോക്കി കഴിഞ്ഞു, നമ്മൾ വായിച്ചു, നമ്മൾ അതിനെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞു. ഇത് ഞങ്ങൾ പകർത്തി കൊടുത്തില്ലെങ്കിൽ എന്ത് കാര്യം അല്ലേ? ഒരു വിളക്ക് കത്തിച്ചിട്ട് അത് പറയൻ കീഴിൽ വെക്കാനുള്ളതല്ല അല്ലെ? അപ്പൊ നമ്മുടെ ദൈവത്തിന് നമുക്ക് തന്നുള്ള ആ മെസ്സേജ് അത് മറ്റുള്ളവർക്ക് പകർത്തണമെങ്കിൽ അത് നമ്മൾ നടത്തിയാലേ നടക്കുള്ളൂ. നമ്മളത് ചെയ്യുന്നില്ലെങ്കിൽ ഇങ്ങനെ കതിർ മണികളുടെ ഇടയിൽ നിൽക്കുന്ന പതിര് അത്രേ ഉള്ളൂ. എന്തിന്? നമ്മൾ നേരത്തെ വായിച്ചു, പ്രസംഗിച്ചോരും ഭൂതങ്ങളെ ഓടിച്ചോരും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചോരെ വരെ കർത്താവ് അവസാനം പറഞ്ഞു നിന്നെ അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ടാണ് പിന്നെ നമ്മളിങ്ങനെ ഒതുങ്ങി കൂടി ഇരിക്കുന്ന ആൾക്കാരെ അല്ലേ? നമുക്ക് ഈ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വെക്കാം. നമ്മുടെ വിശ്വാസം കഴമ്പുള്ളതാണോ അതോ വെറും പാറ്റുമ്പോൾ പറക്കുന്ന പതിരാണോ എന്ന് നമുക്ക് തന്നെ ഒന്ന് ചിന്തിക്കാം. ഇതിനെ കുറച്ചും കൂടി വിഷയങ്ങളുണ്ട്. അത് ദൈവഹിതമെങ്കിൽ അടുത്ത ദിവസം അതിനെക്കുറിച്ച് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ വേറെ വിഷയം എടുക്കും. ഇത്രയും വചനം സംസാരിക്കാനായിട്ട് ദൈവം തന്ന കൃപയ്ക്കും ദൈവസഭ തന്ന അവസരത്തിനും അതുപോലെ കേട്ടിരുന്ന ദൈവമക്കൾക്ക് നന്ദി പറയുന്നു. ഞാൻ ദൈവസന്നിധിയിലിരിക്കുന്നു.